Hi viewers, welcome to my YouTube channel Biology Vlogs. അപ്പോൾ ഇന്ന് ഞാൻ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് അനാട്ടമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ടോപ്പിക്ക് പഠിച്ചിരിക്കണം. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് അനാട്ടമി ആൻഡ് ഫിസിയോളജി വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു അനാട്ടമിക്കൽ പെക്യുലാരിറ്റീസ് ഓഫ് കാറ്റിൽ, ഗോഡ്, പിഗ് ആൻഡ് ഡോഗ്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം, സെൽ എന്താണെന്ന് നോക്കാം. സെൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ അറിയാം. എന്നാലും ഒരു ഡെഫിനേഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ബേസിക്സ് ആയിട്ടുള്ള അനാട്ടമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സെല്ല്, ഇത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ ലിവിങ് ബോഡിയാണ് സെൽ എന്ന് പറയുന്നത്. ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ഹാവിങ് സിമിലർ ഫങ്ഷൻ ആർ റെഫേർഡ് ടു ആസ് ടിഷ്യൂ. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ഒരേ ഫങ്ഷൻ ചെയ്യുന്ന, സിമിലർ ഫങ്ഷൻസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ജോയിൻ ചെയ്തിട്ടാണ് ടിഷ്യൂസ് ഉണ്ടാകുന്നത്. ഓർഗൻ എന്ന് പറയുമ്പോൾ സെവറൽ ടിഷ്യൂസ് കമ്പൈൻഡ് ഇൻ ആൻ ഓർഗനൈസ്ഡ് ഫാഷൻ ടു മേക്കപ്പ് ആൻ ഓർഗൻ. ഒരുപാട് ടിഷ്യൂസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഓർഗൻ ഫോം ചെയ്യുന്നത്. സിസ്റ്റം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് പെർഫോമിങ് സ്പെസിഫിക് ഫങ്ഷൻ ഈസ് കാൾഡ് എ സിസ്റ്റം. ഓർഗൻ സിസ്റ്റം ഇൻ ബോഡി എന്ന് പറയുമ്പം ഓർഗൻ ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് വിത്ത് സിമിലർ ഫങ്ഷൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഓർഗൻ സിസ്റ്റം. അപ്പോൾ ഓർഗൻ സിസ്റ്റം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് ആണ്, സിമിലർ ഫങ്ഷൻസ് ചെയ്യുന്ന കുറച്ച് ഓർഗൻസ് ചേർന്നിട്ടാണ് ഓർഗൻ സിസ്റ്റം ഫോം ചെയ്തിട്ടുള്ളത്. ദ ഇമ്പോർട്ടൻ്റ് ഓർഗൻ സിസ്റ്റംസ് ആർ സ്കെലറ്റൽ സിസ്റ്റം, മസ്കുലാർ സിസ്റ്റം, നെർവസ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, യൂറിനറി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം. ഇത്രയാണ് മെയിനായിട്ടുള്ള അനിമൽസിലുള്ള ഓർഗൻ സിസ്റ്റംസ്. ഓക്കെ, ഇനി നമുക്ക് ഫോർ ഇൻഡിക്കേറ്റിംഗ് ദ എക്സാക്ട് ലൊക്കേഷൻ ഓഫ് എ പാർട്ട് ഇൻ ദ ബോഡി സം ഡയറക്ഷൻസ് ആർ യൂസ്ഡ്. അപ്പോൾ അനിമൽസിൻ്റെ ബോഡി പാർട്ട് എന്താണ്, എങ്ങനെയാണ് നമ്മൾ പറയുന്നത്, എന്ത് എക്സാക്ട് ലൊക്കേഷൻ ഓഫ് ദി പാർട്ട് ഓഫ് ദി ബോഡി എന്ന് പറയുന്നത് സം ഡയറക്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രേനിയൽ ഓർ ആൻറ്റീരിയർ എന്ന് പറയും. ക്രാനിയർ ഓർ ആൻറ്റീരിയർ എന്ന് പറയുന്നത് ഫ്രണ്ട് റീജിയൻ ഓഫ് ദി അനിമലിനെയാണ് നമ്മൾ ക്രേനിയൽ അഥവാ ആൻറ്റീരിയർ റീജിയൻ എന്ന് പറയുന്നത്. കോഡൽ അഥവാ പോസ്റ്റീരിയർ എന്ന് പറയുമ്പോൾ എന്താണ്, റെയർ ഓർ ഹൈൻഡ് റീജിയൻ ഓഫ് ദി അനിമലാണ്. ഡോർസൽ എന്ന് പറയുമ്പം അപ്പർ സർഫസ് ഓഫ് ദി ബോഡിയാണ്. വെൻട്രൽ എന്ന് പറയുമ്പം അണ്ടർ സർഫസ് ഓഫ് ദി ബോഡിയാണ്. ലാറ്ററൽ എന്ന് പറയുമ്പം സൈഡ്സ് ഓഫ് ദി ബോഡിയാണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ആർക്കെങ്കിലും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. ഡോർസൽ എന്ന് പറയുമ്പോൾ അപ്പർ സർഫസ് ഓഫ് ദി ബോഡി, വെൻട്രൽ എന്ന് പറയുമ്പോൾ അണ്ടർ സർഫസ് ഓഫ് ദി ബോഡി, കോഡൽ എന്ന് പറയുമ്പോൾ പോസ്റ്റീരിയർ റീജിയൻ, ക്രേനിയൽ എന്ന് പറയുമ്പോൾ ആൻറ്റീരിയർ റീജിയൻ ഓഫ് ദി അനിമലാണ്. ഞാൻ അനാട്ടമിക്കൽ പെക്യുലാരിറ്റീസ് നോക്കാം. ഇതിൻ്റെയൊക്കെ ബോണ്, RBC, ലിവർ, കിഡ്നി, സ്പ്ലീൻ, സ്റ്റൊമക്ക്, ഇതിൻ്റെയൊക്കെ അനാട്ടമിക്കലായിട്ടുള്ള പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം അനിമൽസിൽ. ഫസ്റ്റ് എന്ന് പറയുന്നത് സ്കെലിറ്റൽ സിസ്റ്റമാണ്. പെക്യുലാരിറ്റി നോക്കുമ്പോൾ നമ്പർ ഓഫ് സെർവിക്കൽ വെർട്ടിബ്രേ. ക്യാറ്റിലാണെങ്കിൽ എത്ര ഉണ്ട്, 7 ഉണ്ട്. ഗോട്ടിൽ 7 ഉണ്ട്. സെർവിക്കൽ വെർട്ടിബ്രയുടെ നമ്പറാണ് പറയുന്നത്. ക്യാറ്റിൽ 7, ഗോട്ടിൽ 7, പിഗിൽ 7, ഡോഗിൽ 7, ചിക്കൻ അഥവാ പോൾട്രിയിലാണെങ്കിൽ 4 ഉണ്ട്. ഓക്കെ, 14 ഉണ്ട്. ചിക്കൻ അഥവാ പോൾട്രിയിൽ എത്ര നമ്പർ ഓഫ് സെർവിക്കൽ വെർട്ടിബ്രേ ഉണ്ടോ എന്ന് ചോദിച്ചാൽ 14 ഉണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം ഡിജിറ്റ്സിൻ്റെ കേസിൽ. ക്യാറ്റിലാണെങ്കിൽ പ്രസൻസ് ഓഫ് ഹൂഫ് 2 ഡിജിറ്റ്സ് ആണുള്ളത്. ഗോട്ടിലാണെങ്കിലും സെയിം തന്നെ, പ്രസൻസ് ഓഫ് ഹൂഫ് ഉണ്ട്, 2 ഡിജിറ്റ്സ് ഉണ്ട്. പിഗിലാണെങ്കിൽ 4 ഡിജിറ്റ്സ് ഉണ്ട്, ബട്ട് 2 ഡിജിറ്റ്സ് ഡോണ്ട് റീച്ച് അപ് ടു ദ ഗ്രൗണ്ട്. 4 ഡിജിറ്റ്സ് ഉണ്ട്, അതിൽ 2 ഡിജിറ്റ്സ് ഗ്രൗണ്ടിൽ റീച്ച് ചെയ്യാത്തതാണ്. ഡോഗിലാണെങ്കിൽ 4 വെയിറ്റ് ബിയറിംഗ് ടോസ് ഉണ്ട്, ഈച്ച് വിത്ത് എ ക്ലോ ആൻഡ് ഫുഡ് പാഡ്. ഡോഗിലാണെങ്കിൽ എന്തുണ്ട്, 4 വെയിറ്റ് ബിയറിംഗ് ടോസ് ഉണ്ട്, ഈച്ച് വിത്ത് എ ക്ലോ ആൻഡ് ഫുഡ് പാഡ് ഉണ്ട്. ചിക്കനിലാണെങ്കിൽ 4 ടോസ് ഓർ ഡിജിറ്റ്സ് ആണ് കാണപ്പെടുന്നത്. ഇനി സർക്കുലേറ്ററി സിസ്റ്റം നോക്കുകയാണെങ്കിൽ RBC അഥവാ WBCയുടെ പ്രത്യേകതകൾ, പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാറ്റിലാണെങ്കിൽ ബൈ കോൺകേവ് ആണ്, 5 to 10 മില്യൺസ്
പെർ മില്ലിമീറ്റർ ക്യൂബാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. മോർ ലിംഫോസൈറ്റ്സ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഗോട്ടിലാണെങ്കിൽ ബൈ കോൺകേവ് ആണ് അതിൻ്റെ ഷേപ്പ്. RBC അല്ലെങ്കിൽ WBC എന്ന് പറയുന്നത് നമ്പർ നോക്കുകയാണെങ്കിൽ 8 to 18 മില്യൺ പെർ മില്ലിമീറ്റർ ക്യൂബ് ഉണ്ട്. സ്മോളസ്റ്റ് RBC എമോങ് ഡൊമസ്റ്റിക് ആനിമൽസ്. അപ്പോൾ ഡൊമസ്റ്റിക് ആനിമൽസ് എടുത്താൽ ഏറ്റവും സ്മോളസ്റ്റ് RBC കാണപ്പെടുന്നത് ഗോട്ടിലാണ്. പിഗിലാണെങ്കിലും ബൈ കോൺകേവ് ആണ് RBCയുടെ സ്ട്രക്ചർ. അത് 5 to 8 മില്യൺസ് പെർ മില്ലിമീറ്റർ ക്യൂബാണ്. മോർ ലിംഫോസൈറ്റ്സ് ദാൻ ന്യൂട്രോഫിൽസ് പ്രസൻ്റ് ആണ്. ഡോഗിലാണെങ്കിലോ ബൈ കോൺകേവ് ആണ് ഷേപ്പ്. 5.5 to 8.5 മില്യൺസ് പെർ മില്ലിമീറ്റർ ക്യൂബ് ഉണ്ട്. ലാർജസ്റ്റ് RBC എമോങ്, അതായത് ഇതിനകത്തുള്ള ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള RBC കാണപ്പെടുന്നത് ഡോഗിലാണ്. ചിക്കൻ അഥവാ പോൾട്രിയുടെ RBCയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ബൈ കോൺകേവ് അല്ല, അവർ ഓവോയിഡ് ഷേപ്പാണ്, ന്യൂക്ലിയേറ്റഡും ആണ്. ബൈ കോൺകേവ് ആൻഡ് ന്യൂക്ലിയേറ്റഡ് ആണ് RBC. 2.5 to 3.5 മില്യൺസ് പെർ മില്ലിമീറ്റർ ആണ് കാണപ്പെടുന്നത്. ഗോട്ടിന് ഒരു റിമാർക്കുണ്ട്. ഗോട്ട് ആൻഡ് ഷീപ്പ് ഹാവ് സ്മോളർ RBC ഇൻ ലാർജ് നമ്പേഴ്സ്. അപ്പം ഗോട്ടിലും ഷീപ്പിലും എടുക്കുകയാണെങ്കിൽ സ്മോളർ RBCs ആയിരിക്കും, പക്ഷേ ലാർജ് നമ്പേഴ്സിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് RBCsയുടെ അഥവാ WBCsയുടെ പ്രത്യേകത. ഇനി കിഡ്നി നോക്കുകയാണെങ്കിൽ ഷേപ്പ് ആൻഡ് പ്രസൻസ് ഓഫ് പെൽവിസ്. അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് ഏതായിരുന്നു? കാറ്റിൽ അല്ലേ. കാറ്റിലാണെങ്കിൽ ടിപ്പിക്കൽ ലോബുലേറ്റഡ് വിത്ത് 15 to 20 ലോബ്സ്, നോ റീനൽ പെൽവിസ്. കാറ്റിൽ റീനൽ പെൽവിസ് കാണപ്പെടുന്നില്ല. ഗോട്ടിലാണെങ്കിൽ ബീൻ ഷേപ്പിനാണ് കിഡ്നി എന്ന് പറയുന്നത്, ഹാസ് എ റീനൽ പെൽവിസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് പിഗിലാണെങ്കിൽ ലോങ്ങേറ്റഡ് ബീൻ ഷേപ്പ്ഡാണ്, ഹാസ് എ റീനൽ പെൽവിസ്. ഡോഗിലാണെങ്കിൽ ബീൻ ഷേപ്പ്ഡാണ്, ഹാസ് എ റീനൽ പെൽവിസ്. ഇനി ചിക്കൻ അഥവാ പോൾട്രിയിലാണെങ്കിൽ ലോബുലേറ്റഡ് കിഡ്നീസ് ഓപ്പൺ ടു ക്ലോയാക്ക വിയ യൂട്രസ് ആസ് നോ യൂറിനറി ബ്ലാഡർ. അപ്പോൾ ചിക്കനിലാണെങ്കിൽ യൂറിനറി ബ്ലാഡേഴ്സ് കാണപ്പെടുന്നില്ല. ലോബുലേറ്റഡ് കിഡ്നിയാണ്, ക്ലോയാക്കയിലേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതിലൂടെയാണ് യൂട്രസിലൂടെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇനി ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കുവാണെങ്കിൽ സ്റ്റൊമക്കിൻ്റെ പ്രത്യേകത നോക്കാം. കാറ്റിലാണെങ്കിൽ കോംപ്ലക്സ് 4 ചേമ്പേർഡ് സ്റ്റൊമക്ക് ഉണ്ട്. ഗോട്ടിലും 4 ചേമ്പേർഡ് സ്റ്റൊമക്കാണ്. പിഗിലാണെങ്കിലോ സിമ്പിൾ 1 ചേമ്പേർഡ് സ്റ്റൊമക്കാണ്, മോണോഗ്യാസ്ട്രിക് ആണ്. പിഗ്സ് ആർ മോണോഗ്യാസ്ട്രിക് ആണ്. അതുപോലെ തന്നെ ഡോഗ്സും മോണോഗ്യാസ്ട്രിക് ആണ്. ചിക്കനിലാണെങ്കിൽ സിമ്പിൾ സ്റ്റൊമക്ക് വിത്ത് 2 ചേമ്പേഴ്സ്. അതുപോലെ തന്നെ ഫീഡിങ് ഹാബിറ്റ്സ് നോക്കുവാണെങ്കിൽ കാറ്റിൽ ഹെർബിവോർ റൂമിനൻ്റ് ആണ്. അതുപോലെ തന്നെ ഗോട്ടിനും ഹെർബിവോർ റൂമിനൻ്റ് ആണ്. പിഗ്സിനാണെങ്കിൽ ഒമിനിവോർ റൂമിനൻ്റ് ആണ്. ഡോഗ്സിനാണെങ്കിൽ കാർണിവോർ റൂമിനൻ്റ് ആണ്. പോൾട്രി അഥവാ ചിക്കൻ ആണെങ്കിൽ ഒമിനിവോർ റൂമിനൻ്റ് ആണ്. അടുത്ത ലിവർ നോക്കുവാണെങ്കിൽ നമ്പർ ഓഫ് ലോബ്സിൻ്റെ പ്രത്യേകത നോക്കാം. നമ്മുടെ കാറ്റിലാണെങ്കിൽ 3 ലോബ്സ് ആണ് ലിവറിന് കാണപ്പെടുന്നത്, നോട്ട് വിസിബിളി ഡിവൈഡഡ് ഇൻറ്റു 2 ലോബ്സ്. അതുപോലെ തന്നെ നമ്മളുടെ ഗോട്ടിലും 3 ലോബ്സ് ഉണ്ട്, മോർ ഡിസ്റ്റിങ്ക്റ്റ് ലോബ്സ് ദാൻ കാറ്റിൽ. പിഗിലാണെങ്കിൽ 5 ലോബ്സ് കാണപ്പെടുന്നുണ്ട്, മോണോ കോക്കർ ലെതർ. ിലാണെങ്കിൽ ലിവറിൻ്റെ പ്രത്യേകത നോക്കിയാൽ 5 ലോബ്സ് ഉണ്ട്, മൊറോക്കോ ലെതർ അപ്പിയറൻസ് ആണ്. ഇനി നമ്മളുടെ ഡോഗ് നോക്കുവാണെങ്കിൽ ലിവറിന് 4 ലോബ്സ് ആണ്. നമ്മുടെ ചിക്കൻ അഥവാ പോൾട്രിയിലാണെങ്കിൽ 2 ലോബ്സ് ആണ്. ഓക്കെ. അടുത്ത സ്പ്ലീൻ നോക്കുവാണെങ്കിൽ ഷേപ്പിൻ്റെ പ്രത്യേകത നോക്കാം. സ്പ്ലീൻ നമ്മുടെ കാറ്റിലാണെങ്കിൽ ഇലോങ്ങേറ്റഡ് ഓവൽ ഓർ എലിപ്റ്റിക്കൽ ഷേപ്പിലൊക്കെ സ്പ്ലീൻ കാണപ്പെടുന്നുണ്ട്. ഗോട്ടിലാണെങ്കിൽ മോർ റെക്ടാങ്കുലർ ആണ് ദാൻ ദാറ്റ് ഓഫ് ഷീപ്പ്. ദെൻ പിഗിലാണെങ്കിൽ ഇലോങ്ങേറ്റഡ് ഓർ നാരോ ഡോഗ് ടങ് ഷേപ്പാണ്. നമ്മുടെ ഡോഗിലാണെങ്കിൽ ഫാൽസിഫോം ഓർ ഹ്യൂമൻ ഫ്യൂട്ട് ഷേപ്പാണ്. സ്പ്ലീൻ്റെ ഷേപ്പിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഡോഗിലെ സ്പ്ലീൻ്റെ പ്രത്യേകത അതിന് ഫാൽസിഫോം ഓർ ഹ്യൂമൻ ഫുഡ് ഷേപ്പാണ്. പൗൾട്രി അഥവാ ചിക്കനിലാണെങ്കിൽ റഫ്ലി സ്പെറിക്കൽ ഓർ ട്രയാങ്കുലർ ഷേപ്പാണ് സ്പ്ലീനുള്ളത്. ഇപ്പോൾ ഇത് നിങ്ങൾ നമ്പേഴ്സ് ഓർത്ത് വെച്ചില്ലെങ്കിൽ അതിൻ്റെ സ്പെക്യുലാരിറ്റീസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നെങ്കിൽ കൊള്ളാം, ചിലപ്പം ക്വസ്റ്റ്യൻ വന്നാലോ. ഇനി അടുത്ത് നമുക്ക് ബോഡി പാർട്സ് ഓഫ് കാറ്റിൽ നോക്കാം. അപ്പോൾ ഇതാണ് ജനറലായിട്ടുള്ളൊരു ബോഡി പാർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് നോക്കണം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ഡിഫറെൻറ്റ് ബോഡി പാർട്സ് നോക്കാം.
ഡിഫറെൻറ്റ് ബോഡി പാർട്സിൽ റീജിയൻസ്, ബോഡി ക്യാവിറ്റീസ്, ജോയിൻസ്, ബോൺസ് ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹെഡ് റീജിയൻ നോക്കുവാണെങ്കിൽ മസിൽ, നോസ്ട്രിൽ, ബ്രിഡ്ജ് ഓഫ് നോസ്, ഫോർഹെഡ്, പോൾ, അപ്പർ ജോ അഥവാ മാക്സില്ല, ലോവർ ജോ അഥവാ മാൻഡിബിൾ, ജോൾ, ഐ, ഇയർ, പിന്നെ ഒക്കെ കാണപ്പെടുന്നുണ്ട്. ഹെഡ് റീജിയനിൽ കാണപ്പെടുന്ന ഓർഗൻസ് റീജിയൻസ് ഒക്കെയാണ് പറഞ്ഞത്. നെക്ക് ആൻഡ് ഷോൾഡർ റീജിയനിലാണെങ്കിൽ ത്രോട്ട്, ജുഗുലാർ വെയിൻ, ഡിവാൽ, പോയിന്റ് ഓഫ് ഷോൾഡർ കാണപ്പെടുന്നുണ്ട്. ബാക്ക് റീജിയനിലാണെങ്കിൽ വിത്തേഴ്സ് അഥവാ ഹംപ്, ബാക്ക്, ലോയിൻ, ക്രൗട്ട് ഒക്കെ കാണപ്പെടുന്നുണ്ട്. ഇനി തൊറാസിക് റീജിയനിലാണെങ്കിൽ ബാരലും റിബ്സും ഒക്കെയാണ് കാണപ്പെടുന്നത്. അതർ ഇമ്പോർട്ടൻറ്റ് ലാൻഡ് മാർക്സ് നോക്കുകയാണെങ്കിൽ പാരാ ലുംബാർ ഫോസ, പിൻ ബോൺസ്, പോയിന്റ് ഓഫ് ഹിപ്പ്, പോയിന്റ് ഓഫ് ഷോൾഡർ, പോയിന്റ് ഓഫ് എൽബോ, ഹൂഫ്, ഡ്യൂ ക്ലൗസ്, സ്വിച്ച്, ഫ്ലാങ്ക്, നേവൽ ഫ്ലാപ്പ്, ഷീത്ത് ബ്രിസ്കറ്റ്. ഇത്രയൊക്കെയാണ് മറ്റു റീജിയൻസ് പറയാനാണെങ്കിൽ. ഇനി മാമറി അപ്പാരറ്റസ് നോക്കുവാണെങ്കിൽ അഡർ അഥവാ മാമറി ഗ്ലാൻഡ് ഉണ്ട്. അവിടെ എന്തുണ്ട്? ടീറ്റ് ഉണ്ട്, മിൽക്ക് വെല്ലുണ്ട്, മിൽക്ക് വെയിൻ, മിൽക്ക് മിറർ, സുപ്രാ മാമറി ലിംഫ് നോട്ട്സ് ഉണ്ട്. ഓക്കെ. ജോയിൻസ് നോക്കുവാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ജോയിൻസ് ഓഫ് ഫോർ ലെഗ്സ് ആർ ഷോൾഡർ, എൽബോ, നീ, ഫെറ്റ്ലോക്ക്, പാസ്റ്റേൺ, കൊഫിൻ ഓർ കൊറോനെറ്റ്. ഇമ്പോർട്ടൻറ്റ് ജോയിൻസ് ഓഫ് ഹൈൻഡ് ലെഗ്സ് ആണെങ്കിൽ ഹിപ്പ്, സ്റ്റിഫിൽ, ഹോക്ക്, ഫെറ്റ്ലോക്ക്, പാസ്റ്റേൺ, കൊഫിൻ ഓർ കൊറോനെറ്റ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈൻഡ് ലെഗ്സ് റീജിയനിലുള്ള ഇമ്പോർട്ടൻ്റ് ജോയിൻസ്. ഓക്കെ. ഇനി ബോൺസ് നോക്കാം. ബോൺസ് ഓഫ് കാറ്റിൽ റീജിയണും നെയിം ഓഫ് ദി ബോൺ പ്രസൻറ്റ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീജിയനാണ്. അപ്പോൾ ഓരോ റീജിയനും അതിൻ്റെ അവിടെയുള്ള ബോണിന് പറയുന്ന പേര് നോക്കാം. ബാരൽ പറയുന്ന പേര് റിബ്സ് എന്നാണ്. ബേസ് ഓഫ് ചെസ്റ്റ് ആണെങ്കിൽ സ്റ്റേണം, ലോവർ ജോ ആണെങ്കിൽ മാൻഡിബിൾ, അപ്പർ ജോയിലാണെങ്കിൽ മാക്സില്ല, ഷോൾഡർ ആണെങ്കിൽ സ്കാപ്പുല, ആം ആണെങ്കിൽ ഹ്യൂമറസ്, ഫോറാം ആണെങ്കിൽ റേഡിയസ് ആൻഡ് അൾന, നീ ആണെങ്കിൽ കാർപ്പൽസ്, ഫോർ കനോൺ ആണെങ്കിൽ മെറ്റാകാർപ്പൽ, എറൗണ്ട് പെൽവിക് ക്യാവിറ്റി ആണെങ്കിൽ ഇലിയം, ഇഷിയം ആൻഡ് പ്യൂബിസ്, തൈ ആണെങ്കിൽ ഫീമർ, സ്റ്റിഫിൽ ആണെങ്കിൽ പാറ്റല, ലെഗ് ആണെങ്കിൽ ടിബിയ ആൻഡ് ഫിബുല, ഹോക്ക് ആണെങ്കിൽ ടാസൽസ്, ഹൈൻഡ് കനോൺ ആണെങ്കിൽ മെറ്റാടാസൽസ്, നെക്ക് റീജിയൻ ആണെങ്കിൽ സെർവിക്കൽ വെർട്ടിബ്ര എന്ന് പറയും, ബാക്ക് ആണെങ്കിൽ തൊറാസിക് വെർട്ടിബ്ര, ലോയിൻ ആണെങ്കിൽ ലംബർ വെർട്ടിബ്ര, ക്രോപ്പ് ആണെങ്കിൽ സാക്രൽ വെർട്ടിബ്ര, ടെയിൽ ആണെങ്കിൽ കോക്സിജിയൽ വെർട്ടിബ്ര. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബോൺസ് ഓഫ് കാറ്റിൽ ഓരോന്നിൻ്റെ പേര്, ഓരോ റീജിയനും അവിടെ പ്രസൻ്റ് ആയിട്ടുള്ള ബോൺസിൻ്റെ പേര്. ഓക്കെ. നെക്ക് സെർവിക്കൽ വെർട്ടിബ്രയെ കാണപ്പെടുന്നത് നെക്ക് റീജിയനിലാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓരോ കാറ്റിലാണെങ്കിലും ഗോട്ടാണെങ്കിലും പിഗ്, ഡോഗ്, അതുപോലെ തന്നെ പോൾട്രീസിലൊക്കെ എത്ര നമ്പർ പ്രസൻ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ. നെക്സ്റ്റ് ബോഡി ക്യാവിറ്റി നോക്കാം. ദർ ആർ 3 cavities ഇൻ ദ ബോഡി. ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ബോഡി ക്യാവിറ്റീസ് നോക്കുകയാണെങ്കിൽ തൊറാസിക് ക്യാവിറ്റി ഉണ്ട്, അബ്ഡോമിനൽ ക്യാവിറ്റി ഉണ്ട്, പെൽവിക് ക്യാവിറ്റി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തൊറാസിക് ക്യാവിറ്റി എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ആൻറ്റീരിയർ മോസ്റ്റ് ഓഫ് ദി 3 cavities. ഈ 3 ക്യാവിറ്റിയിലും ഏറ്റവും ആൻറ്റീരിയർ ആയിട്ട് കാണപ്പെടുന്ന ക്യാവിറ്റിയാണ് തൊറാസിക് ക്യാവിറ്റി. ഇറ്റ് ഈസ് ബൗണ്ടഡ് ബൈ തൊറാസിക് വെർട്ടിബ്രേ എബോവ്, റിബ്സ് ഓൺ ദ സൈഡ്, സ്റ്റേർണം ബിലോ ആൻഡ് ഡയഫ്രം അറ്റ് ദ ബാക്ക്. ഇതിൽ കാണപ്പെടുന്ന ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ഹാർട്ടും ലങ്സുമാണ് തൊറാസിക് ക്യാവിറ്റിയിൽ കാണപ്പെടുന്നത്. അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് ദ സെൻട്രൽ ക്യാവിറ്റി. ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ക്യാവിറ്റി ഏതെന്ന് വെച്ചാൽ അബ്ഡോമിനൽ ക്യാവിറ്റിയാണ്, സെൻട്രലായിട്ട് കാണപ്പെടുന്ന ക്യാവിറ്റിയാണ്. ഡയഫ്രം സെപ്പറേറ്റ്സ് ഇറ്റ് ഫ്രം തൊറാസിക് ക്യാവിറ്റി. അപ്പോൾ അബ്ഡോമിനൽ ക്യാവിറ്റിയും തൊറാസിക് ക്യാവിറ്റിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ ആരാണ്? ഡയഫ്രം ആണ്. ഓക്കെ. ഓർഗൻസ് ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത്? സ്റ്റൊമക്ക് ഉണ്ട്, ഇൻറ്റസ്റ്റൈൻസ് ഉണ്ട്, ലിവർ ഉണ്ട്, കിഡ്നീസ് ഉണ്ട് ആൻഡ് സ്പ്ലീൻ ഉണ്ട്. ദ തേർഡ് വൺ എന്ന് പറയുന്നത് പെൽവിക് ക്യാവിറ്റിയാണ്. ദിസ് ഈസ് ദ പോസ്റ്റീരിയർ മോസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ക്യാവിറ്റി. ബോഡിയിലെ ഏറ്റവും പോസ്റ്റീരിയർ ആയിട്ട് കാണപ്പെടുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് കാണപ്പെടുന്ന ക്യാവിറ്റിയാണ് പെൽവിക് ക്യാവിറ്റി എന്ന് പറയുന്നത്. ഇവിടെ കാണപ്പെടുന്ന ഓർഗൻസ് എന്ന് പറയുന്നത് ജനീഷ്യൽ ഓർഗൻസ് ഉണ്ട്. അതായത് കവിലാണെങ്കിൽ ഓവറി, യൂട്രസ്, വജൈന, യൂറിനറി ബ്ലാഡർ, റെക്റ്റം. ഓക്കെ. അഡൽട്ട് കൗസിലാണെങ്കിൽ ഓവറീസ് മേ ബി ലൊക്കേറ്റഡ് ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റി. അഡൽട്ട് കൗസിലാണെങ്കിൽ ഓവറി ലൊക്കേറ്റ് ചെയ്യുന്നത് അബ്ഡോമിനൽ ക്യാവിറ്റിയിലായിരിക്കും. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള ബോഡി ക്യാവിറ്റീസ്. ഓക്കെ. ഇനി നോർമൽ ഫിസിയോളജിക്കൽ വാല്യൂസ് ഓഫ് അനിമൽസ് നോക്കാം. ഇതെല്ലാം തന്നെ നിങ്ങളുടെ എക്സാക്റ്റ് സിലബസ് ഫോളോ ചെയ്തിട്ടാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ക്ലാസ് കാണുവാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം വേറെ പഠിക്കേണ്ട കാര്യമില്ല. അത്രയും
ഡീറ്റെയിൽഡ് ആയിട്ടും അത്രയും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നോർമൽ ഫിസിയോളജിക്കൽ വാല്യൂസ് ഓഫ് ആനിമൽസ് നോക്കുവാണെങ്കിൽ നോക്കാം. സ്പീഷീസ്, ടെമ്പറേച്ചർ, പൾസ് റേറ്റ്, റെസ്പിറേഷൻ റേറ്റ്, ഏജ് ഓഫ് പ്യൂബർട്ടി, റൂം ആൻഡ് മോർട്ടിലിറ്റി റേറ്റ് പെർ 5 minutes, ഗസ്റ്റേഷൻ പീരീഡ്, ലൈഫ് സ്പാൻ. ഓക്കെ, ക്യാറ്റിലാണെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ലാസ്റ്റ് ടൈം ചോദിച്ചിരുന്നു, കൗവിൻ്റെ ബോഡി ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചിരുന്നു. ക്യാറ്റിലാണെങ്കിൽ ഇത് ഫാരൻഹീറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. 101.5 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ക്യാറ്റിലിൻ്റെത്. പൾസ് റേറ്റ് പെർ മിനിറ്റ് എന്ന് പറയുമ്പോൾ 50 to 60 ആണ്. റെസ്പിറേഷൻ റേറ്റ് പെർ മിനിറ്റ് നോക്കുകയാണെങ്കിൽ 15 to 30 ആണ്. ഏജ് ഓഫ് പ്യൂബർട്ടി എന്ന് പറയുന്നത് 12 to 24 ആണ്. ഓക്കെ, ഫീമെയിലിൻ്റെ കേസാണ് പറയുന്നത്. റൂം ആൻഡ് മോർട്ടിലിറ്റി റേറ്റ് പെർ 5 minutes നോക്കുമ്പോൾ 1 to 3 ആണ്. ഗസ്റ്റേഷൻ പീരീഡ് അഥവാ ഡേയ്സ് നോക്കുവാണെങ്കിൽ 285 days ആണ്. ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 20 years ആണ്. ഓക്കെ, ബഫലോൻ്റെ കേസിലാണെങ്കിൽ ടെമ്പറേച്ചർ നോക്കുവാണെങ്കിൽ ബോഡി ടെമ്പറേച്ചർ 101 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അത് നിങ്ങൾ ഡിഗ്രി സെൽഷ്യസിലും കൂടെ കൺവേർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. പൾസ് റേറ്റ് അഥവാ മിനിറ്റ് എന്ന് പറയുന്നത് 40 to 60 ആണ്. റെസ്പിറേഷൻ റേറ്റ് എന്ന് പറയുന്നത് 12 to 25 ആണ്. ഏജ് ഓഫ് പ്യൂബർട്ടി എന്ന് പറയുന്നത് 24 to 30 ആണ്. റൂം ആൻഡ് മോർട്ടിലിറ്റി എന്ന് പറയുന്നത് 1 to 2. ഗസ്റ്റേഷൻ പീരീഡ് 310 ആണ്. ഗസ്റ്റേഷൻ പീരീഡ് അഥവാ ഡേയ്സ് എന്ന് പറയുന്നത് 310 days ആണ്. ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 25 years ആണ്. ഗോട്ടിന് നോക്കുവാണെങ്കിൽ 103 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. പൾസ് റേറ്റ് അത് പെർ മിനിറ്റ് എന്ന് പറയുന്നത് 70 to 90 ആണ്. റെസ്പിറേഷൻ റേറ്റ് പെർ മിനിറ്റ് നോക്കുവാണെങ്കിൽ 12 to 30 ആണ്. ഏജ് ഓഫ് പ്യൂബർട്ടി ഫീമെയിൽസിലാണെങ്കിൽ 8 to 12 ആണ്. റൂം ആൻഡ് മോർട്ടിലിറ്റി റേറ്റ് പെർ 5 minutes എന്ന് പറഞ്ഞാൽ 1 to 2 ആണ്. ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 150 days ആണ്. ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 15 years ആണ്. ഈ ഡോഗിൻ്റെ കേസിലാണെങ്കിൽ ബോഡി ടെമ്പറേച്ചർ 101 ആണ് ഡിഗ്രി ഫാരൻഹീറ്റ്. പൾസ് റേറ്റ് പെർ മിനിറ്റ് 70 to 100. റെസ്പിറേഷൻ റേറ്റ് പെർ മിനിറ്റ് 15 to 30. ഏജ് ഓഫ് പ്യൂബർട്ടി എന്ന് പറയുന്നത് 8 to 12 months ആണ്. റൂം ആൻഡ് മോർട്ടിലിറ്റി 1 to 2. ഗസ്റ്റേഷൻ പീരീഡ് 150. ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 50. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ ചിക്കൻ്റെ കേസ് നോക്കിക്കേ. ചിക്കൻ ആണെങ്കിൽ ബോഡി ടെമ്പറേച്ചർ നോക്കുവാണെങ്കിൽ 107.1 ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ബോഡി ടെമ്പറേച്ചർ കൂടിയതെന്ന് പറഞ്ഞാൽ ചിക്കനാണ്. ഓക്കെ, പൾസ് റേറ്റും കൂടുതലാണ്, 120 to 200 ഉണ്ട്. റെസ്പിറേഷൻ റേറ്റ് പെർ മിനിറ്റ് എന്ന് പറഞ്ഞാൽ 15 to 45 ഉണ്ട്. ഏജ് ഓഫ് പ്യൂബർട്ടി ഫീമെയിലാണെങ്കിൽ 5 monthsലാണ് അവർ പ്യൂബർട്ടിയിലെത്തുന്നത്. ദെൻ ഗസ്റ്റേഷൻ പീരീഡും റൂം ആൻഡ് മോർട്ടിലിറ്റി ഇല്ലല്ലോ. പിന്നെന്താണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്ന ശേഷം 15 years ആണ്. ഓക്കെ, മെഷറിങ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നോർമൽ ഫിസിയോളജിക്കൽ വാല്യൂസ് ഓഫ് ക്യാറ്റ് നോക്കാം. മെഷറിങ് പൾസ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ വാല്യൂസ് നോക്കാം. മെഷറിങ് പൾസ് ആണെങ്കിൽ പൾസ് ഈസ് ദ റിതമിക് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ആർട്ടറിയൽ വാൾ ഡ്യൂ ടു ദ പമ്പിംഗ് ഓഫ് ബ്ലഡ് ഫ്രം ദ ഹാർട്ട്. ബൈ ഫീലിംഗ് ദ പൾസ് വി ക്യാൻ കൗണ്ട് ദ റേറ്റ് അറ്റ് വിച്ച് ദ ഹാർട്ട് ബീറ്റ്സ്. ദ നമ്പർ ഓഫ് പൾസ് പെർ മിനിറ്റ് ഈസ് ദ പൾസ് റേറ്റ്. അപ്പോൾ പൾസ് റേറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പൾസ് പെർ മിനിറ്റ് ആണ്. In cattle, the pulse rate is taken in the middle coccygeal artery, which is located on the ventral side of the tail. അപ്പം ക്യാറ്റിൽ നമ്മൾ പൾസ് എടുക്കുന്ന എവിടെ നിന്നാണ്? മിഡിൽ കോക്സീജിയൽ ആർട്ടറിയിലാണ്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ടെയിലിൻ്റെ ബേസിലാണ്, വെൻട്രൽ സൈഡ് ഓഫ് ദി ടെയിലാണ്. A stethoscope may be placed on the left lower chest wall to find the number of heartbeat per minute. Okay. അടുത്തത് റെക്കോർഡിംഗ് റെസ്പിറേഷൻ നോക്കാം. റെസ്പിറേഷൻ കൺസിസ്റ്റ് ഓഫ് ഇൻസ്പിറേഷനും ഉണ്ട് എക്സ്പിറേഷനും ഉണ്ട് അല്ലേ. റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഇൻസ്പിറേഷനും എക്സ്പിറേഷനും ചേർന്നിട്ടാണ് റെസ്പിറേഷൻ ഉണ്ടാകുന്നത്. റെസ്പിറേറ്ററി റേറ്റ് ഇസ് ദ നമ്പർ ഓഫ് റെസ്പിറേഷൻസ് പെർ മിനിറ്റ് ആണ്. റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് റെസ്പിറേഷൻസ് പെർ മിനിറ്റ് ആണ്. റെസ്പിറേറ്ററി റേറ്റ് ഈസ് ഒബ്സർവ്ഡ് ബൈ നോട്ടിംഗ് the expansion and relaxation of the ribs and the abdominal wall. Count the number of breaths an animal takes in 1 minute. ഒരു മിനിറ്റിൽ എത്രമാത്രം ബ്രെത്ത് എടുക്കുന്നു എന്ന് കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ നോർമലി റെസ്പിറേറ്ററി റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തത് റെക്കോർഡിംഗ് ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചർ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നോക്കാം. ടെമ്പറേച്ചർ ഓഫ് എ ഹെൽത്തി റെസ്റ്റിംഗ് അനിമൽ റിമെയിൻസ് ഫെയർലി കോൺസ്റ്റൻറ്റ്. Temperature in different parts of the body of an animal shows variations. If the temperature increases more than 2 degrees, the animal is considered as ill. അപ്പോൾ 2 degree സെൽഷ്യസിൽ കൂടുതലായിരുന്നെങ്കിൽ അതിനർത്ഥം
നോർമൽ ബോഡി ടെമ്പറേച്ചറിനേക്കാളും 2 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണെന്ന് അർത്ഥം. ആനിമൽ സിക്ക് ആണെന്നാണ്. Pyrexia means a condition when temperature is above normal. Temperature is measured using a clinical thermometer usually placed into the rectum. അപ്പം കാറ്റലിൻസിൻ്റെ കേസിൽ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് തെർമോമീറ്റർ യൂസ് ചെയ്തിട്ടാണ്. ഇത് യൂഷ്വലി എവിടെ പ്ലേസ് ചെയ്യും? റെക്റ്റത്തിൽ പ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ റീഡിങ് എടുക്കുന്നത്. അടുത്തത് റൂമൻ മോട്ടിലിറ്റി. റൂമൻ മോട്ടിലിറ്റി ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് റൂമിനൽ വാൾസ് ഫോർ പ്രോപ്പർ ഡൈജഷൻ ഓഫ് കോഴ്സ് ഇൻജസ്റ്റ. അപ്പോൾ റൂമൻ മോട്ടിലിറ്റി എന്ന് പറയുമ്പോൾ മൂവ്മെൻറ്റ് ഓഫ് റൂമിനൽ വാൾസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോപ്പർ ഡൈജഷന് വേണ്ടിയിട്ട്. ദീസ് മൂവ്മെൻറ്റ്സ് സെർവ് ടു മിക്സ് ദ ഇൻജസ്റ്റ ഇൻ എക്സ്പ്ലോഷൻ of gases and propel fluid and fermented feedstuffs into the next compartment of stomach. The Roman motility rate can be observed by pressing the first or palm of right hand on the left flank of the animal. Para lumbar fossa. Okay, അപ്പോൾ നമ്മൾ റൂമൻ മോട്ടിലിറ്റി ഒബ്സർവ് ചെയ്യുന്നത് എവിടെയാണ്? പാരാ ലുംബർ ഫോസ എന്ന് പറയുമ്പോൾ പ്രസ്സിങ് ദ ഫസ്റ്റ് ഓർ പാം ഓഫ് റൈറ്റ് ഹാൻഡ് ഓഫ് ദി ലെഫ്റ്റ് ഫ്ലാങ്കിലാണ് നമ്മളത് റൂമൻ മോട്ടിലിറ്റി ഒബ്സർവ് ചെയ്യുന്നത്. ദ മൂവ്മെൻറ്റ് ഓഫ് റൂമൻ ക്യാൻ ബി ഫെൽറ്റ് ഓൺ ദി ഹാൻഡ്. കൗണ്ട് ദ മൂവ്മെൻറ്റ് ഫോർ 2 to 5 minutes ഡ്യൂറേഷൻ. അപ്പോൾ നമുക്ക് റൂമൻ മൂവ്മെൻറ്റ് നമുക്ക് കൈ വെച്ചിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഏകദേശം 2 to 5 minutes നമ്മൾ കൗണ്ട് ചെയ്യണം എത്ര ഉണ്ടെന്ന്. നോർമൽ റൂമൻ മോട്ടിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, പൾസ് റേറ്റും റൂമൻ മോട്ടിലിറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നോർമൽ ആണെങ്കിൽ അനിമൽസിന് കുഴപ്പമൊന്നുമില്ലെന്നാണ് അർത്ഥം. In different conditions in which the normal values change. Normal values change ചെയ്യുന്ന certain conditions നോക്കാം. പൾസ് റേറ്റ് ഇൻക്രീസസ്. പൾസ് റേറ്റ് ഒരുപാട് കൂടുന്ന കേസസ് നോക്കാം. ഫീവർ ഉള്ള സമയത്ത്, ഇൻ യങ് ആൻഡ് വെരി ഓൾഡ് അനിമൽസ്, ഇൻ എക്സൈറ്റഡ് അനിമൽസ്, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ എക്സസൈസ്. ഈ കേസിലെല്ലാം തന്നെ പൾസ് റേറ്റ് നോർമൽ റേറ്റിൽ നിന്ന് ഒരുപാട് കൂടുതലായിട്ട് കാണാം. ഫീവർ ഉള്ളപ്പോൾ, അതുപോലെ യങ് ആൻഡ് വെരി ഓൾഡ് അനിമൽസിൽ, എക്സൈറ്റഡ് അനിമൽസിൽ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ എക്സസൈസ്. ഈ പൾസ് റേറ്റ് ഒരുപാട് കുറയുന്നത് എപ്പോഴാണെന്ന് നോക്കാം. ഡീലിബിറ്റേറ്റഡ് കേസസ്, ദെൻ നോൺ ഫെബ്രിൽ ഡിസീസസ് ലൈക്ക് മിൽക്ക് ഫീവർ ഒക്കെ ഉള്ളപ്പം സ്ലീപ്പ് ഉറങ്ങുന്ന സമയത്ത്, അൺകോൺഷ്യസ് ആയിരിക്കുന്ന സമയത്തൊക്കെ പൾസ് റേറ്റ് കുറയും. അത് കൂടാതെ തന്നെ യങ് അനിമൽസിൽ, ഫീമെയിൽസിൽ വെൻ എൻവയോൺമെൻറ്റൽ ടെമ്പറേച്ചർ ഇൻക്രീസസ്, ഫീവറിൻ്റെ കേസിൽ, ആഫ്റ്റർ എക്സസൈസ്, ഡ്യൂറിങ് ഇമോഷൻ, അതായത് ആങ്കർ ഫിയറൊക്കെ ഉള്ളപ്പോൾ, ഇൻ ലേറ്റർ സ്റ്റേജ് ഓഫ് പ്രഗ്നൻസിയിലൊക്കെ പൾസ് റേറ്റ് കാര്യമായിട്ട് കുറയുന്നതായിട്ട് കാണാം. ഇനി റെസ്പിറേഷൻ റേറ്റ് ഈസ് ലെസ് ദാൻ നോർമൽ. ഇപ്പോൾ റെസ്പിറേഷൻ റേറ്റ് നോർമലിനായിട്ട് കുറയുന്ന സമയം നോക്കാം. സ്ലീപ്പിംഗിൻ്റെ സമയത്ത്, അൺകോൺഷ്യസ് ആയിരിക്കുന്ന സമയത്തും, ഡ്യൂറിങ് സർട്ടൻ ഡിസീസസ് ലൈക്ക് മിൽക്ക് ഫീവർ, ഈ കേസിലൊക്കെയാണ് നമ്മളുടെ റെസ്പിറേറ്ററി റേറ്റ് ഒരുപാട് കുറയുന്നതായിട്ട് കാണുന്നത് നോർമലിനേക്കാളും. പിന്നെ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ ഒരുപാട് കൂടുന്ന കേസ് എന്ന് പറയുമ്പം ഏജ് അയക്കുമ്പം, ഹയർ ഇൻ യങ് അനിമൽസിൽ ബോഡി ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. സെക്സ്, അതായത് ഫീമെയിൽസിലും കൂടുതലായിരിക്കും. ബ്രീഡ്, ഹയർ ഇൻ ലൈറ്റർ ബീഡ്സിൽ ടെമ്പറേച്ചർ ഒരുപാട് ബോഡി ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഇനി റെസ്പിറേഷൻ റേറ്റ് നോക്കാം. റെസ്പിറേഷൻ റേറ്റ് ഈസ് ഫാസ്റ്റർ ആയിരിക്കുന്ന സമയം നോക്കാം. ടൈം ഓഫ് ദി ഡേ, ഹയർ ഇൻ ദി ഈവനിങ്. ഫീഡിങ്ങിനാണെങ്കിൽ ഹയർ ഡ്യൂറിങ് ഡൈജഷൻ. എക്സസൈസ് ആണെങ്കിൽ ഹയർ ഇൻ സിവിയർ എക്സസൈസ് കേസിൽ കൂടുതലാണ് റെസ്പിറേറ്ററി റേറ്റ്. പ്രഗ്നൻസി ആകുമ്പോൾ ഹയർ ഇൻ ലേറ്റർ പ്രഗ്നൻസി. സൈക്കോളജിക്കൽ, ഹയർ ഡ്യൂറിങ് എക്സൈറ്റ്മെൻറ്റ്, ഫിയർ എക്സെട്ര. പെയിൻ, സ്ലൈറ്റ്ലി ഹയർ ഡ്യൂറിങ് പ്ലെയിൻ. ഡിസീസസ് ഒക്കെ ആണെങ്കിൽ ഹയർ ഇൻ അക്യൂട്ട് ഡിസീസിൻ്റെ കേസിലൊക്കെ റെസ്പിറേറ്ററി റേറ്റ് വളരെ ഫാസ്റ്റായിട്ട് തോന്നാം. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ്? ഷോക്ക്, അതുപോലെ പോയ്സണിങ്, ഇൻ സർട്ടൺ ഡിസീസസ് ലൈക്ക് മിൽക്ക് ഫീവറിലൊക്കെ ബോഡി ടെമ്പറേച്ചർ ഒരുപാട് കുറയുന്നതായിട്ടും കാണാം. അനിമൽസ് ഇങ്ങനെ തണുത്ത് വിറയ്ക്കുന്നൊരു അവസ്ഥ വരും. പിന്നെ റൂമൻ മോട്ടിലിറ്റി നോക്കാം. റൂമൻ മോട്ടിലിറ്റി ഇൻക്രീസസ്. റൂമൻ മോട്ടിലിറ്റി റേറ്റ് ഇൻക്രീസസ് ഇൻ ഡ്യൂറിങ് ഫീഡിങ്ങിൻ്റെ സമയത്ത് കൂടും. അനിമൽസ് ഓൺ എ ഹൈ റഫേജ് ഡയറ്റ്. ഈ രണ്ട് കേസിലാണ് റൂമൻ മോട്ടിലിറ്റി ഒരുപാട് കൂടുന്നത്. ഇനി റൂമൻ മോട്ടിലിറ്റി കുറയുന്ന കേസാണ് റെസ്റ്റിംഗ് അനിമൽസ്, ഫീഡ് ചെയ്യാത്ത സമയത്ത്. അനിമൽസ് ഓൺ എ ഡയറ്റ് റിച്ച് ഇൻ കോൺസെൻട്രേറ്റ്സ്, ഇൻഡൈജഷൻ, ഇൻ റൂമൻ അസിഡോസിസ്. അതായത് റൂമനൽ കണ്ടന്റ് ബിക്കം വെരി അസിഡിക് ആയിരിക്കുന്ന സമയത്തൊക്കെ റൂമൻ മോട്ടിലിറ്റി കുറയുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്ട്രക്ചർ ഓഫ് റൂമനൽ സ്റ്റൊമക്സ് നമുക്ക്
സ്റ്റാർട്ട് ചെയ്യും. ഇതൊരു 3 സെക്ഷനായിട്ട് മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. കാരണം കുറേ ഉണ്ട്. ഈ നിങ്ങളെ സിലബസ് നോക്കിയാൽ തന്നെ നോക്കിയാൽ അറിയാം, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഒരു സമയപരിധി കാരണം നമ്മൾ ഫസ്റ്റ് സെക്ഷൻ എടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത 2 സെക്ഷനും കൂടെ ആകുമ്പം ഈ ഒരു ടോപ്പിക്ക് ഫുള്ള് കവർ ചെയ്യും. അപ്പോൾ അടുത്ത സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.